नमो ओं विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताक स्वामी नामिने नमः आचार्यपदाय निताय कृपपदाय गौरकथादामोदय नमः वाञ्छाकल्पतरुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नानाशास्त्रविचारणे कनिपुनो सद्धर्मसंस्थापको लोकान् हितकारिणो त्वने मन्ये अरण्याकरो राधाकृष्णपादारविन्द भजनानन्दे मत्तारो वन्दे रूपसनातनो रघुयुगो ശ്രീജീവഗോപാലകോ. ലോകജനതയുടെ നന്മയ്ക്ക് വേണ്ടി നാനാശാസ്ത്രങ്ങൾ അപഗ്രഥനം ചെയ്ത് പഠിച്ച ശേഷം ഗ്രന്ഥങ്ങൾ എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്ത ഷഡ്ഗോസ്വാമിമാർ ത്രിഭുവനങ്ങളിലും ആദരണീയരാകുന്നു. ഗോപികമാരുടെ ഭാവത്തിൽ പ്രലീനരായി രാധാകൃഷ്ണന്മാരുടെ ദിവ്യ പ്രേമന സേവനത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ എല്ലാവർക്കും ശരണം നൽകാൻ അവർ പ്രാപ്തിയുണ്ട്. അങ്ങനെയുള്ള ഷഡ്ഗോസ്വാമിമാരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൊണ്ട് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. जय चैतन्य जय नित्यानंद जय द्वैताचंद्र जय ഭക്ത വൃന്ദ. ഇപ്പൊ ചൈതന്യസാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുന്നത് ചൈതന്യസാമൃതം ആദിലീല ഭാഗം 2 ശ്ലോകം 43 മുതലാണ്. നേരത്തെ വായിച്ചത് അദ്വൈതാചാര്യന്റെ ലീലകളെ കുറിച്ചാണ്. അദ്വൈതാചാര്യന്റെ ഭൃത്യനായിരുന്നു കമലാകാന്തൻ. അദ്ദേഹത്തിനെ ഭഗവാൻ ശിക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ കമലാകാന്തൻ ജഗത്പുരിയിലായിരുന്ന സമയത്ത് പ്രതാപരുദ്ര മഹാരാജാവ് ഒരു കുറിപ്പ് അയച്ചു കൊടുത്തു. കമലാകാന്തൻ ജഗന്നാഥ്പുരിയിലായിരുന്ന സമയത്ത് പ്രതാപരുദ്ര മഹാരാജാവിന് ഒരു കുറിപ്പ് അയച്ചു കൊടുത്തു. അത് ചൈതന്യ മഹാപ്രഭുവിന് കിട്ടുകയും ചെയ്തു. അപ്പൊ അതില് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം അദ്വൈതാചാര്യൻ ഭഗവാനാണ്. ഓക്കെ, അതിൽ ചൈതന്യ മഹാപ്രഭുവിന് എതിർപ്പില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ അദ്വൈതാചാര്യന് 300 രൂപയുടെ കടമുണ്ട് എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭുവിന് അതിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭഗവാനെ ഒരു ദരിദ്രനായി യാചകനായി ചിത്രീകരിച്ചത് ചൈതന്യ മഹാപ്രഭുവിന് അത്ര സന്തോഷമായില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹത്തെ ശിക്ഷ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, മായാവാദിയായ കമലാകാന്തൻ എന്നെ കാണാനോ ഇവിടെ വരാനോ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ കമലാകാന്തൻ ദുഃഖിച്ചു. പക്ഷെ അദ്വൈതാചാര്യർ വളരെ സന്തോഷിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക അനുഗ്രഹമാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഭക്തൻ ഭഗവാൻ ശിക്ഷിച്ചാലും അല്ലെങ്കിൽ അനുഗ്രഹം തന്നാലും ഏതൊരു സാഹചര്യത്തിലും രണ്ടും സമ്മാനമായി സ്വീകരിക്കും, അല്ലേ? അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് തുടർന്ന് വായിക്കാം. 43 മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ പറയുന്നത് അദ്വൈതാചാര്യൻ യോഗവശിഷ്ഠ എന്ന ഗ്രന്ഥത്തെ കുറിച്ച് വിശകലനം ചെയ്തു. അതിലും ഭഗവാൻ അത്ര സന്തോഷമായില്ല. അപ്പോ അദ്വൈതാചാര്യനെയും ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ അതുപോലെ ഇവിടെ കമലാകാന്തനെയും ശിക്ഷിച്ചു. ഇവിടെ പറയുന്ന മുകുന്ദന് ലഭിച്ച ശിക്ഷ ചൈതന്യം നിന്ന് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. മുകുന്ദനെയും ചൈതന്യ മഹാപ്രഭു ശിക്ഷിച്ചു.
മുകുന്ദന് മഹാപ്രഭുവിന്റെ സമക്ഷം വരാൻ അനുവദിക്കാൻ എല്ലാവരും ഭയന്നു. പക്ഷെ മുകുന്ദന് ദശലക്ഷണക്കണക്കിന് സംവത്സരങ്ങൾക്ക് ശേഷം എന്നെ ദർശിക്കാൻ അനുവാദം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ മുകുന്ദന് സന്തോഷമായി. കാരണം അറ്റ്ലീസ്റ്റ് ദശലക്ഷത്തിന് ശേഷം വർഷത്തിന് ശേഷം എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു സന്തോഷിച്ചു. ഇവിടെ ഏതൊക്കെ ഹി ആചാര്യത്താൻ ആശ്വാസം ആനന്ദിത കൈല ആനന്ദിത ഹൈല ഹൈല. കമലാകാന്ത വിശ്വാസിനെ ഈ വിധത്തിൽ സാന്ത്വനപ്പെടുത്തിയപ്പോൾ ശേഷം അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയി. പ്രഭു കഹേന തുമാര നഹി ബുദ്ധി ലൈല മാഹൈദേ പ്രസാദ പാത്ര കരില കമല. അദ്വൈതാചാര്യൻ മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങയുടെ അതീന്ദ്രിയ ലീലകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങ് പൊതുവെ എന്നോട് പ്രകടിപ്പിക്കാറുള്ളതിലധികം കാരുണ്യം കമലാകാന്തനോട് കാണിച്ചിരിക്കുന്നു. രണ്ടുപേരെ ഇവിടെ 3 പേരെ ശിക്ഷിച്ചു. സച്ചിമാതാവിനെയും ശിക്ഷിച്ചു, അതുപോലെ കമലാകാന്തനെ ശിക്ഷിച്ചു, മുകുന്ദനെ ശിക്ഷിച്ചു, അദ്വൈതാചാര്യനും ശിക്ഷ കൊടുത്തു. അമേരാഹ കഹു കഹുരേ നഹയ പ്രസാദ കുമാര ചരണാമി കഴിഞ്ഞ അപരാധ. അങ്ങ് കമലാകാന്തനോട് കാട്ടിയ കാരുണ്യം എന്നോട് പോലും ഒരിക്കലും പ്രകടിപ്പിച്ചില്ല. ഈ കാരുണ്യം എന്നോട് കാട്ടാതിരിക്കാൻ എന്ത് അപരാധമാണ് ഞാൻ അവിടുത്തെ പാതാരബന്ധങ്ങളിൽ ചെയ്തത്. ഇപ്പോൾ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നത്, ഭഗവാൻ ചൈതന്യ മഹാപ്രഭു മുമ്പ് അദ്വൈതാചാര്യനെ ശിക്ഷിച്ചതിനെ കുറിച്ച് പരാമർശമുണ്ട്. അദ്വൈത പ്രഭു യോഗ വസിഷ്ഠം പാരായണം ചെയ്തപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ പ്രഹരിച്ചു. പക്ഷെ ഒരിക്കലും തന്റെ സമക്ഷം വരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല. പക്ഷെ ഒരിക്കലും അവിടുത്തെ സമക്ഷം വരുന്ന ആജ്ഞ നൽകിയാണ് അവിടുന്ന് കമലാകാന്തനെ ശിക്ഷിച്ചത്. അപ്പോ ഇവിടെ അദ്വൈതാചാര്യന് കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ള ഒരു പരാതിയാണ് പറയുന്നത്. കമലാകാന്തനെ അങ്ങനെ തന്നെ വിലക്കാതിരിക്കുകയും ചെയ്തതിലൂടെ കമലാകാന്ത വിശ്വാസനോട് ചൈതന്യ മഹാപ്രഭു കൂടുതൽ കാരുണ്യം കാട്ടിയെന്ന് അവിടുത്തെ ഉദ്ബോധിപ്പിക്കാൻ അദ്വൈതാചാര്യൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഭഗവാൻ കമലാകാന്തനോട് പ്രകടിപ്പിച്ച കാരുണ്യം അദ്വൈതാചാര്യന് പ്രകടിപ്പിച്ചതിനേക്കാൾ മഹത്തായിരുന്നു. യേദാസുനി മഹാപ്രഭു ഹാസിദാലഖില ബോലായില കമലാകാന്ത പ്രസന്ന ഹൈല. ഇത് കേട്ട ചൈതന്യ മഹാപ്രഭു പ്രസന്നനായി ചിരിക്കുകയും അപ്പോൾ തന്നെ കമലാകാന്ത വിശ്വാസിനെ വിളിക്കുകയും ചെയ്തു. ആചാര്യ കഹേഹ കൈനാദില ദർശനം ദ്വി പ്രകാരേ ഹരേ മോരേ വിഡംബന. അദ്വൈതാചാര്യൻ മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഈ മനുഷ്യനെ തിരികെ വിളിക്കുകയും അങ്ങയെ കാണാൻ അനുവദിക്കുകയും ചെയ്യുന്നത്? രണ്ടത്തിൽ എന്നെ വഞ്ചിച്ചവനാണ് കമലാകാന്തൻ. സുനിയ പ്രഭുരാമനസ പ്രസന്ന ഹൊയില ദുൻഹാര അന്തര ദുൻഹേസെ ജാനില. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സ് സംതൃപ്തമായി. അവർ ഇരുവരുടെയും മനസ്സുകൾ അവർക്ക് മാത്രമേ അന്യോന്യം ഗ്രഹിക്കാൻ കഴിയൂ. അപ്പൊ ഇതൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയാണ്. അപ്പൊ അവർക്ക് അദ്വൈതാചാര്യൻ അതറിയാം, അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന് അറിയാം. ആന്തരികമായിട്ടുള്ള ലീല. ഏത് രീതിയിലായാലും ചൈതന്യ മഹാപ്രഭു കാരുണ്യ അവതാരമാണ്. ഒരിക്കലും ശിക്ഷ നൽകിയില്ല, എപ്പോഴും അനുഗ്രഹം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബാഹ്യമായിട്ട് ഒരാളെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തില് ഇൻഡയറക്റ്റ് ആയിട്ട് മഹാപ്രഭു അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രഭു കഹേ ബൗലിയായിച്ചേ കഹേ കര ആചാര്യ ലജ്ജ ധർമ്മഹാനി സേ ആചരാം. ചൈതന്യ മഹാപ്രഭു കമലാകാന്തനെ ഉപദേശിച്ചു, നീ കാര്യങ്ങൾ യഥാവിധി അറിയാൻ കഴിവില്ലാത്ത ഒരു ബൗലിയനാണ്. എന്തുകൊണ്ടാണ് നീ ഈ വിധത്തിൽ പ്രവർത്തിച്ചത്? എന്തുകൊണ്ടാണ് നീ അദ്വൈതാചാര്യന്റെ സ്വകാര്യതയിൽ അതിക്രമിച്ച് കയറിയതും അദ്ദേഹത്തിന്റെ ധാർമ്മികത്വങ്ങൾ ഹാനി വരുത്തുകയും ചെയ്തത്? ജഗന്നാഥ്പുരിയുടെ രാജാവായ പ്രതാപരുദ്രനോട് അദ്വൈതാചാര്യന്റെ 300 രൂപയുടെ കടം തീർക്കാൻ കമലാകാന്തൻ തന്റെ അജ്ഞത മൂലം ആവശ്യപ്പെട്ടു.
അതേസമയം തന്നെ അവൻ അദ്വൈതാചാര്യനെ ഭഗവാനായി സ്ഥാപിക്കുകയും ചെയ്തു. ഇതും വൈരുദ്ധ്യമാണ്. ഒരു സൈഡ് ഭഗവാനായിട്ട് കാണിക്കുന്നുണ്ട്, ചിത്രീകരിച്ചു. രണ്ടാമത് അത് കടത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ വൈരുദ്ധ്യമാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അസംതൃപ്തനായത്. ഇത് വൈരുദ്ധ്യമാണ്. ഭഗവാന്റെ അവതാരം ഭൗതിക ലോകത്തിലെ ആരുടെയും കടക്കാരനാകില്ല. രസാഭാസം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു രസം മറ്റൊരു രസത്തിനുമേൽ അതിക്രമിക്കുന്ന അത്തരമൊരു വൈരുദ്ധ്യത്തിൽ മഹാപ്രഭു ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല. നാരായണൻ ദരിദ്രഗ്രസ്തനാണെന്ന്, അതായത് ദരിദ്രനാരായണൻ പരസ്പര വിരുദ്ധമായ അതേ പ്രസ്താവനയുടെ മറ്റൊരു പതിപ്പാണ്. പ്രതിഗ്രഹാകപൂന കരിവേ രാജതനാം വിഷയീര അന്ന കൈല ദുഷ്ടഹയാ. ഈ ശ്ലോകത്തില് നമ്മൾ ആരിൽ നിന്നും ആർക്ക് ദാനം കൊടുക്കണം, ആർക്ക് ദാനം കൊടുക്കാൻ പാടില്ല, ഇനി അങ്ങനെ ദാനം കൊടുക്കുന്നത് കൊണ്ട് ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. എന്റെ ഗുരുവായ അദ്വൈതാചാര്യൻ ധനികരായ ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ദാനം സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് ധനമോ ധാന്യമോ സ്വീകരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മനസ്സ് മലിനപ്പെടും. ഭാവാർത്ഥം ശീല പ്രഭുപാദ്. വിഷയികളിൽ നിന്ന് ധനമോ ഭക്ഷണമോ സ്വീകരിക്കുന്നത് വളരെ അപകടകരമാണ്. അപ്രകാരമുള്ള ദാനം അത് സ്വീകരിക്കുന്നവന്റെ മനസ്സിനെ കളങ്കപ്പെടുത്തും. വൈദിക സമ്പ്രദായം അനുസരിച്ച് ഒരുവൻ സന്യാസിമാർക്കും ബ്രാഹ്മണർക്കും ദാനം നൽകണം. ഇപ്പൊ ഇവിടെ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമാണ് സന്യാസികൾ അല്ലെങ്കിൽ ബ്രഹ്മചാരികൾക്ക് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക എന്നുള്ളത്. ബ്രാഹ്മണർ ജോലി ചെയ്യാൻ പാടില്ല, സന്യാസിമാരും ബ്രഹ്മചാരി ജോലിയുടെ പൈസ ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ അതേസമയം ഗൃഹസ്ഥൻ ദാനം സ്വീകരിക്കാനും പാടില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ദാനം നൽകുന്ന ഒരാൾ പാപപ്രവൃത്തിയിൽ നിന്ന് മുക്തനാകും. ആയതിനാൽ പണ്ട് ബ്രാഹ്മണർ ധർമ്മനിഷ്ഠ അല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ദാനം സ്വീകരിക്കുകയില്ല. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഈ നിർദ്ദേശം നൽകും. അവിഹിതമായ ലൈംഗിക ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ചൂതാട്ടം, മാംസഭക്ഷണം തുടങ്ങി പാപകരമായ പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാത്ത വിഷയികളായ വ്യക്തികൾ ചിലപ്പോൾ ഞങ്ങളുടെ ശിഷ്യനാകാൻ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. ശിഷ്യന്മാരെ അവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ സ്വീകരിക്കുന്ന ഗുരു പദവിയെ തൊഴിലാക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്. പക്ഷെ വൈഷ്ണവർ അത്തരം വില കുറഞ്ഞ ശിഷ്യന്മാരെ സ്വീകരിക്കാറില്ല. കുറഞ്ഞ പക്ഷം ഒരു ശിഷ്യൻ പാലിക്കേണ്ട നിയമ നിബന്ധനകൾ സ്വീകരിക്കാൻ സന്നദ്ധനാകുന്ന ഒരുവനെ മാത്രമേ യഥാർത്ഥ ഗുരു ശിഷ്യനായി സ്വീകരിക്കുകയുള്ളൂ. വൈഷ്ണവ തത്വങ്ങൾ അനുസരിച്ചുള്ള നിയമ നിബന്ധനകൾ പിന്തുടരാത്ത വ്യക്തികളിൽ നിന്നും ഒരു വൈഷ്ണവൻ ദാനമോ ഭക്ഷണമോ സ്വീകരിക്കരുത്. ഇപ്പൊ ഇവിടെ പ്രഭുപാദർ പറഞ്ഞിട്ടുള്ള യമനിയമങ്ങൾ വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഒരിക്കൽ പ്രഭുപാദരും ചെന്നൈയോ അത് ഹൈദരാബാദിലോ എന്നറിയില്ല, ഒരു സ്ഥലത്ത് ഒരു ഫിലോസഫർ വന്ന് പ്രഭുപാദരെ കണ്ടിട്ട് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യന്മാർക്ക് ശരിക്കും ശ്ലോകം ഒന്നും ജപിക്കാൻ കഴിയില്ല. അപ്പൊ ഇദ്ദേഹം സംസ്കൃത സ്കോളറാണ്. അപ്പോ കുറ്റം പറയാൻ തുടങ്ങി, എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെ എന്തുകൊണ്ട് ഇവർ സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിടുന്നു. ഇപ്പൊ പ്രഭുപാദർ പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങ് ഇവിടെ വന്ന് താമസിച്ച് ഇത് പഠിപ്പിച്ചു കൊടുത്തുകൂടാ എന്ന് ചോദിച്ചു. ഇപ്പോ എന്നിട്ട് പ്രഭുപാദർ പറഞ്ഞു, ഇവിടെ വന്ന് താമസിക്കുമ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ചായ കാപ്പി ഒന്നും കിട്ടില്ല. അതുപോലെ ഇവിടെ നമ്മളെ ശിഷ്യന്മാരെല്ലാം 4 യമനിയമങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്, പാലിക്കുന്നവരാണ്. അപ്പൊ അത് കേട്ടപ്പോൾ അദ്ദേഹം അതിന് പിന്മാറി. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് ഈ 4 നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. മനാദുഷ്ടഹൈലാനഹേ കൃഷ്ണേരസ്മരണ കൃഷ്ണസ്മൃതി വിനൂഹ നിഷ്ഫല ജീവന. മനസ്സ് മലിനപ്പെടുമ്പോൾ കൃഷ്ണസ്മരണം ദുഷ്കരമാകും. കൃഷ്ണസ്മരണം തടസ്സപ്പെട്ടാൽ ഒരുവന്റെ ജീവിതം നിഷ്ഫലമാകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ദാനം ഇങ്ങനെയുള്ള വളരെ പാപപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന്
ദാനം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സ് മലിനപ്പെടും. ഇപ്പൊ ചില എല്ലാവർക്കും ദീക്ഷ കൊടുത്ത് ശിഷ്യനായി സ്വീകരിക്കാറുണ്ട്. കാരണം അവിടേക്ക് ഇത് നോക്കാറില്ല. പക്ഷെ ഇവിടെ നമ്മള് ഇസ്കോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജാതിയോ മതമോ അല്ലെങ്കിൽ ധനികനോ ദരിദ്രനോ നോക്കുന്നില്ല. പക്ഷെ അവര് 4 യമനിയമങ്ങൾ പാലിക്കാൻ തയ്യാറായാൽ അവരെ ശിഷ്യനാക്കാൻ പ്രഭുപാദര് അല്ലെങ്കിൽ ഇസ്കോൺ തയ്യാറാണ്. പക്ഷെ മനസ്സ് മലിനപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കൃഷ്ണനെ കുറിച്ച് സ്മരിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഭക്തൻ എല്ലായ്പ്പോഴും മനസ്സ് നിർഭരവും ഉത്സാഹപൂർവവുമായി സൂക്ഷിക്കാൻ ജാഗ്രത പാലിക്കണം. അങ്ങനെ ചെയ്താൽ അവൻ എല്ലായ്പ്പോഴും കൃഷ്ണഭഗവാനെ സ്മരിക്കാൻ കഴിയും. ശാസ്ത്രങ്ങൾ പറയുന്നു, സ്മാർത്തവ്യം സതതം വിഷ്ണു വിസ്മാർത്തവ്യേന ജാതജിത്. അതായത് ഭക്തിജീവിതത്തിൽ ഒരുവൻ എപ്പോഴും വിഷ്ണുവിനെ സ്മരിക്കണം, വിഷ്ണുവിനെ മറക്കാനും പാടില്ല. അതാണ് സ്മാർത്തവ്യവും സതതം വിഷ്ണു വിസ്മാർത്തവ്യേന ജാതജിത്. ശിവദേവസ്വാമി പരിശുദ്ധന്മാരാനെ ഉപദേശിക്കുന്നു. സ്മാർത്തവ്യോ നിത്യശഃ. ശ്രീമദ് ഭാഗവത്തിൽ 2ാം സ്കന്ധത്തിൽ 1ാം അധ്യായത്തിൽ ശിവൻ പരിശുദ്ധനെ പ്രകാരം ഉപദേശിച്ചു. ഇപ്പൊ പരിശുദ്ധ മഹാരാജാവ് ശുകദേവ് സ്വാമി സമീപിച്ചപ്പോ ഞാൻ എന്താണ് ചെയ്യാനുള്ളത്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു എന്ന് ചോദിച്ചപ്പോ ശുകദേവ് സ്വാമി കൊടുത്ത മറുപടിയാണ് പറയുന്നത്. തസ്മാ ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി സ്വോത്തവ്യ കൃതിതവ്യച സ്മാർത്തവ്യ ചേതസാ ഭയം. അല്ലയോ ഭാരത, സന്താപത്തിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ നിർബന്ധമായും എല്ലാ ക്ലേശനാശകനും രക്ഷാപുരുഷനും നിയന്താവും പരമാത്മാവും ഭഗവാനെക്കുറിച്ച് ശ്രവണം ചെയ്യുകയും അവിടുത്തെ സ്തുതിക്കുകയും സ്മരിക്കുകയും ചെയ്യണം. ഭാഗവതം 2:1-5. ഒരു വൈഷ്ണവന്റെ എല്ലാ പ്രവൃത്തികളുടെയും സംഗ്രഹം ഇതാണ്. ഇപ്പോ ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. ശുകദേവ് സ്വാമി കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശമാണ്. അതേ ഉപദേശം ഇവിടെ ആവർത്തിച്ചിരിക്കും. കൃഷ്ണസ്മൃതി വിനുഹയ നിഷ്ഫല ജീവനാണ്. ശുകസ്വാമി തന്റെ ഭക്തി രസാമൃതത്തിൽ പറയുന്നു, അവ്യർത്ഥ കാലത്വം. ഒരു വൈഷ്ണവൻ അവന്റെ ആയുസിന്റെ വിലപ്പെട്ട ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് വൈഷ്ണവന്റെ ലക്ഷണമാണ്. എന്നാൽ ഇന്ദ്രിയ സുഖത്തിൽ മാത്രം തൽപരരായ വിഷയങ്ങളോടുള്ള സംസർഗം ഒരുവനെ മനസ്സിനെ മലിനപ്പെടുത്തുകയും കൃഷ്ണഭഗവാനെ കുറിച്ചുള്ള നിരന്തര സ്മരണ വിഘ്നം വരുത്തുകയും ചെയ്യുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനാൽ ഉപദേശിക്കുന്നു, അസത്സംഗത്യാഗാത് ഏ വൈഷ്ണവാചാരം. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട്, അസംഗത്യാഗ ഏ വൈഷ്ണവ ആചാരം. വൈഷ്ണവ ആചാരത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ്? ഒരു വൈഷ്ണവൻ അഭക്തരോട് അല്ലെങ്കിൽ ഭൗതികവാദികളോട് ഒരിക്കലും സംഘത്തിലാകാൻ ഇടവരാത്ത വിധം പെരുമാറണം. കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ്. അഭക്തരുമായി നമ്മൾ ഇടപെടുകയും അല്ലെങ്കിൽ അവരുടെ സംഘം എടുക്കുകയും നമ്മുടെ മനോമാകും. ചൈതന്യ ചരിതാമൃതം മധ്യലീല 22:7. കൃഷ്ണനെ സദാ ഹൃദയത്തിൽ സ്മരിക്കുന്നതിലൂടെ അത്തരം സമ്പർക്കം ഒഴിവാക്കാം. അതുകൊണ്ടാണ് കീർത്തനം സദാ ഹരി എന്ന് പറയുന്നത്. എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുന്ന രീതിയിൽ ആയിരിക്കണം നമ്മളെ പ്രവൃത്തികള് ചിട്ടപ്പെടുത്താൻ. ലോകലജ്ഞാഹയാ ധർമ്മ കീർത്തിഹയാ ഹാനി ഐച്ഛേ കർമ്മ ന കരിഹാപു ഇഹാനി. അപ്രകാരം ഒരുവൻ ജനങ്ങൾക്കിടയിൽ ജനസമ്മതി ഇല്ലാത്തവനായി തീരുന്നു. കാരണം ഇത് അവന്റെ ധാർമ്മികതയ്ക്കും യശസ്സിനും ക്ഷതമുണ്ടാക്കുന്നു. ഒരു വൈഷ്ണവൻ, പ്രത്യേകിച്ചും ആധ്യാത്മിക ഗുരുവായ ഒരുവൻ നിശ്ചയമായും ഈ വിധത്തിൽ പ്രവർത്തിക്കരുത്. എല്ലായ്പ്പോഴും ഈ വസ്തുതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷനാണ്. ചൈതന്യ മഹാപ്രഭു പ്രത്യേകിച്ച് ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല. ചൈതന്യ മഹാപ്രഭു എഴുതിയ
വെറും 8 ശ്ലോകമാണ്. അപ്പൊ ആ 8 ശ്ലോകത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോളി നെയിം, അതായത് ഭഗവാന്റെ നാമത്തെ കുറിച്ചുള്ള പവർ ഓഫ് ദ ഹോളി നെയിം. പിന്നെ രണ്ടാമത്, ആർക്കാണ് നമുക്ക് നാമം ജപിക്കാൻ കഴിയുക? കീർത്തനീയം സദാഹരി തൃണാദപി സുനിചേന തരോതി കൃഷ്ണ. എളിമയുള്ള അല്ലെങ്കിൽ വിനയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, പുല്ലിനെ പോലെ എളിമ അല്ലെങ്കിൽ വിനയം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കീർത്തനീയം സദാഹരി എപ്പോഴും നാമം ജപിക്കാൻ കഴിയൂ എന്ന് പറയും. അപ്പൊ ഇതിന് നിയമങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമങ്ങളില്ല. എപ്പോഴും വേണമെങ്കിലും ഏത് സമയത്തും ജപിക്കാം. തത്രാപിത നിയമിത സ്മരണേന കാലക. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ മൂഡ് എങ്ങനെ ആയിരിക്കണം? ലാസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അവസാനത്തെ ശ്ലോകത്തില്. അങ്ങനെ ആലിംഗനം ചെയ്യുകയോ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്താലും അങ്ങ് തന്നെയാണ് എൻ്റെ ഭഗവാൻ. അപ്പൊ അതിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കമലാകാന്തനും അല്ലെങ്കിൽ മുകുന്ദനും അവരൊക്കെ ചൈതന്യ മഹാപ്രഭു ശിക്ഷിച്ചിട്ടും അവര് സന്തോഷവാനായിരുന്നു. ഇവൻ ശിവാനന്ദ സേനയുടെ നെഞ്ചില് നിത്യാനന്ദ പ്രഭു ചവിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ശിക്ഷയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊരു ബ്ലെസ്സിങ്സ് ആണ്, ഭഗവാൻ കാരുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ശ്ലോകം, യേ ശിക്ഷാ സഭാകാരേ സബേ മന കൈല ആചാര്യ ഗോസാനി മനെ ആനന്ദ കൈല. ചൈതന്യ മഹാപ്രഭു കമലാകാന്തന് ഉപദേശം നൽകിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും അത് തനിക്ക് വേണ്ടിയുള്ളതാണെന്ന് കരുതി. അപ്രകാരം അദ്വൈതാചാര്യൻ സന്തോഷവാനായി. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞെങ്കിലും അത് കമലാകാന്തനെ കുറിച്ച് മാത്രമാണ് എന്നെടുത്തില്ല. ഇതെല്ലാം നമുക്ക് ബാധകമാണ്, നമ്മളെ കുറിച്ചാണ് പറയുന്നത്, നമുക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് അവര് ചിന്തിച്ചു. ആ ആചാര്യര അഭിപ്രായ പ്രഭു മാത്ര ബുദ്ധേ പ്രഭുര ഗംഭീരവാക്യ ആചാര്യ സമുദ്ദേ. അദ്വൈതാചാര്യന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ മഹാപ്രഭുവിന് മാത്രമേ കഴിയൂ. അവിടുത്തെ ഗൗരവപരമായ ഉപദേശം അദ്വൈതാചാര്യൻ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. യേ ഇതാ പ്രസ്താവയാച്ചേ ബഹുധാ വിചാര ഗ്രന്ഥ ബാഹുല്യഭ്യതേ നാരി ഭാരേ. ഈ പ്രസ്താവനയിൽ പല രഹസ്യ പരിഗണനകളുമുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ അനാവശ്യമായ വിസ്താര ഭയം മൂലം നാം അവയെല്ലാം എഴുതുന്നില്ല. അപ്പോ ഇതില് ചൈതന്യ മഹാപ്രഭുവിന് അദ്വൈതാചാര്യനെ മനസ്സിലാക്കാൻ പറ്റും, അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരും ഭഗവാനാണ്, നമുക്കറിയാം. ഒരു ഭക്തന് ഒരു പക്ഷെ പൂർണ്ണമായും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറയൂ. പക്ഷെ അതിനും ഒരു പരിധിയുണ്ട്. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദറായും തമ്മിലുള്ള സംഭാഷണം നമുക്കറിയാം. ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായി കൊണ്ട് പറയിപ്പിക്കാൻ, ചൈതന്യ ചരിതാമൃതത്തിലുള്ള ഓരോ ചോദ്യം രാമാനന്ദറായി ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ പറയും, ഇത് അങ്ങ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. യദു ശ്രീയദുനന്ദനാചാര്യദ്വൈതരശാഖ താൻഡാശാഖ ഉപശാഖര നഹി ഹയാലേഖ. അപ്പോ അദ്വൈതാചാര്യന്റെ 5ാമത്തെ ശാഖ യദുനന്ദനാചാര്യനായിരുന്നു. ഈ ശാഖകളും ഉപശാഖകളും ഉണ്ടായിരുന്നു. ഇവ എല്ലാത്തിനെയും കുറിച്ച് യദുനന്ദനാചാര്യൻ ഗോസ്വാമിയുടെ ദീക്ഷാ ഗുരുവായിരുന്നു. മറ്റു വാക്കുകളിൽ രഘുനാഥ് ഗോസ്വാമി ഒരു ഗൃഹശാസ്ത്രമിയായിരുന്നപ്പോൾ രഘുനന്ദനാചാര്യൻ അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ വെച്ച് ദീക്ഷ നൽകി. പക്ഷെ രഘുനാഥ് ഗോസ്വാമി ജഗന്നാഥ്പുരി ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയം ചെയ്യുകയും ചെയ്തു. അപ്പൊ നമുക്ക് രഘുനാഥ് ഗോസ്വാമി പിന്നീട് നല്ല ഒരു ധനിക കുടുംബത്തിലായിരുന്നു, ഗൃഹസ്ഥനായിരുന്നു. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് ചൈതന്യ മഹാപ്രഭുവിനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
ഹരേ കൃഷ്ണ. ഇവിടെ നമുക്ക് അടുത്ത 57 മുതലാണ് വായനുള്ളത്. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകള് രഹസ്യമാണ് എന്ന് പറഞ്ഞാല് അത് ആസ്വദിക്കണമെങ്കിൽ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഭക്തിയുള്ളവർക്ക് മാത്രമേ അത് ആസ്വദിക്കാൻ കഴിയൂ. ഇപ്പൊ ചൈതന്യ ചരിതാമൃതം നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഭക്തന്മാരുമായിട്ടുള്ള ഡീലിങ്സ് ആണ്. ഭക്തൻ മറ്റൊരു ഭക്തൻ അല്ലെങ്കിൽ ആ ഭക്തൻ ചൈതന്യ മഹാപ്രഭുവിനോടുള്ള റിലേഷൻഷിപ്പ്, ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോ പല രൂപത്തിൽ നമുക്ക് ജഗായി മാതയെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പലരെയും അദ്വൈതാചാര്യൻ, കമലാകാന്തൻ, മുകുന്ദൻ, ചോട്ട ഹരിദാസ്. പക്ഷെ ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക അനുഗ്രഹമാണ്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ശരിക്കും നമ്മള് ഈ ചൈതന്യ ചരിതാമൃതം എന്തുകൊണ്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല PhD എന്ന് പറയാൻ കാരണം ഭഗവത്ഗീതയും ഭാഗവതവും പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ശരിക്കും ആസ്വദിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിന്റെ പരമാർത്ഥം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ അടുത്തത് 57 മുതലാണ് വായിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ആർക്കും എന്തെങ്കിലും പോയിന്റ്സ്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളിലെ ഇവിടെ നിർത്താം നമുക്ക്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം. ഓക്കെ, അപ്പൊ ഇവിടെ നിർത്താമോ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ക്ലോസ്. ഓക്കെ.